ഞങ്ങളൊരു തട്ടിക്കൂട്ട് മാങ്ങ അച്ചാറിടാൻ പോവുകയാണ്. കഴുകി വെച്ചേക്കുന്ന മാങ്ങയിൽ ഒരു 4 കരണ്ടി മുളക് പൊടി ഇടുകയാണ്. 4 ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി കായപ്പൊടി. ഇനി ഇതൊന്നിങ്ങനെ ഇളക്കി വെക്കുകയാണ്. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു തട്ടിക്കൂട്ട് അച്ചാറാക്കാൻ പോവുകയാണ്. നമ്മൾ അടുപ്പിലേക്ക് പാത്രം വയ്ക്കുകയാണ്. നമ്മൾ മാങ്ങ അച്ചാറിടാൻ വേണ്ടി നല്ലെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ തിളച്ചോട്ടെ. കടുക് ഇടുകയാണ്. എണ്ണ തിളച്ച് കഴിഞ്ഞ് ഇനി പൊട്ടിട്ട് അതിലേക്ക് 1/2 കരണ്ടി ഉലുവയുടെയാണ്. ഇനി നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇടയാണ്. ഇനി അതിലേക്ക് ഒരു 5 പീസ് വെളുത്തുള്ളി ഇടയാണ്. ഇത് കാന്താരി മുളകാണ്. നമ്മളത് വെറൈറ്റി മുളകിടെയാണ് കാന്താരി മുളക്. ഇത് ചാവയൊന്നുമില്ല, പഴിഞ്ഞൊക്കെ കുടിക്കുന്നത് സൂപ്പർ. വെളുത്തുള്ളിയൊക്കെ ചുമന്ന് വരട്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇനി അതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില എല്ലാം ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തീ കുറച്ചിട്ട് നമ്മൾ നേരത്തെ അരപ്പ് ഉരുട്ടി വെച്ച് മാങ്ങ ഇടുകയാണ്. അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് അതിൻ്റെ അരപ്പെല്ലാം മസാലയൊക്കെ അതിൽ ചേർക്കുകയാണ്. ഇനി ചെറിയ ചൂടിൽ 4 വശം ഒന്ന് പതച്ച് തിളയ്ക്കണം. ഇനി അതിലേക്ക് ഉലുവപ്പൊടി ചേർക്കുകയാണ്. ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ്. ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് ലേശം ഉപ്പ് ചേർക്കുകയാണ്. ഇത്തിരി കായവും കൂടി. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ അച്ചാർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. നാളെ പഴങ്കഞ്ഞി കുടിക്കാൻ നേരത്തെ ആരും കൊതി വിട്ട് കളയരുത്.